ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര ഒരു ഇതിലൂടെ ആയിരുന്നു ട്ടോ. സംഭവം ഒരു സാധാരണ പനി, ചുമ, കഫക്കെട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് മോന് വന്നപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനായി, ഭയങ്കര പേടിച്ചു പോയി. ഒരാഴ്ചയായിട്ട് ആള് സ്കൂളിൽ പോക്കില്ല. പിന്നെ അപ്പോൾ ഇന്നലെ മുതലാണ് എക്സാം സ്റ്റാർട്ടായത്. ഇവിടെ എല്ലാവർക്കും എക്സാമൊക്കെ സ്റ്റാർട്ടായി. അങ്ങനെ ഇന്നലെ മുതൽ ആള് സ്കൂളിലൊക്കെ പോയിട്ട് തുടങ്ങി. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ കുറച്ചിതായിട്ട് ഈ പറഞ്ഞ പോലെ ഫുള്ള് ഭയങ്കര രാത്രിയാകുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര ആൾക്ക് ടെമ്പറേച്ചർ കൂടും. മോർണിംഗ് ആ ഒരു പുലർച്ചെ സമയം പിന്നെ നമ്മൾ മരുന്ന് കൊടുക്കും. പുലർച്ചെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും ഭയങ്കര ചൂടായിരിക്കും ശരീരമൊക്കെ. അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, നമ്മൾക്ക് ഒന്നും ചെയ്യാനും തോന്നില്ല. വല്ലാത്തൊരു ഇതായിരുന്നു ട്ടോ. അപ്പം നമുക്ക് ഈ വന്നു കഴിഞ്ഞാലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളങ്ങോട്ട് തരണം ചെയ്ത് പോവും. പക്ഷേ നമ്മുടെ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണല്ലേ, അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ നമ്മളും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ആൾക്ക് ഒരാഴ്ച മുന്നേയൊക്കെ ആയിട്ട് കണ്ണില് കുരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ഡോക്ടറെയൊക്കെ കാണിച്ച് അതൊക്കെ കുറഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇതൊക്കെ ആയത്. പിന്നെ ഒന്നാമത് ഇവിടുത്തെ ക്ലൈമറ്റിന്റെയും ഒക്കെ. അപ്പൊ നമുക്കായാലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. കുറേ ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ പനി, ചുമ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോരോ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഈ എന്താ പറയാ, ആകെ കയ്യിന്ന് പോവല്ലേ. എന്താ ഞാനൊക്കെ ശരിക്കും എനിക്കിങ്ങനെ പുറത്തേക്ക് ആരോടും അങ്ങനെ എങ്ങനെ അത് പ്രകടിപ്പിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അത് ഭയങ്കര ഒരു ഇതായിരുന്നു. അയ്യോ! ഇനി കൊച്ച് ഫുഡ് കഴിക്കണില്ല മര്യാദയ്ക്ക്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആള് ഫുഡൊക്കെ കഴിക്കുന്നതാ. പക്ഷേ ഫുഡ് കഴിപ്പില്ല. മര്യാദയ്ക്ക് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടി. അങ്ങനെ എങ്ങനെ ഇതൊന്ന് എന്താ പറയാ, ഇതൊന്ന് മാറിക്കിട്ടും എന്നുള്ളൊരു ഇതായി നമുക്ക്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പനിയുടെ ഒരു രീതി അങ്ങനെയാണ്. പൊതുവെ കഫക്കെട്ടിന്റെ ഒരു പനി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ വൈകിട്ടാകുമ്പോഴത്തേക്കും ആളിങ്ങനെ ഭയങ്കര മൂടൊക്കെ പോയി ആള് ഭയങ്കര ഒരു ഇതായിരിക്കും. അപ്പൊ ആ ഒരു ഇരിപ്പും കിടപ്പൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങള്. ദൈവം സഹായിച്ച് എന്താ പറയാ, ആള് ബെറ്റർ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. അതുപോലെ കുറേ പേരുടെ പ്രാർത്ഥനയും അതുപോലെ നമ്മളും എന്താ പറയാ, എപ്പോഴും ഇവന്റെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. നമ്മളും പ്രാർത്ഥനയും അതുപോലെ എന്താ പറയാ, എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് മാറ്റി തന്നേക്കണേ. നമുക്കിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ആ ഒരു ഇതായി പോയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഇതൊക്കെ ഒരു സാധാരണ ഒരു അസുഖമാണ്. പക്ഷേ എന്താ പറയാ, ഇതൊന്നും വലിയ അസുഖങ്ങളും കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് നടക്കണ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പൊ അവരൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ പനി വന്നിട്ട് അല്ലെങ്കിൽ ഒരു ചുമ, ജലദോഷം ഇതൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു കാര്യം നമ്മളിങ്ങനെ ആലോചിച്ച് പോകും ചിലപ്പോൾ. അങ്ങനെ എന്തായാലും എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്തായാലും ഒരാഴ്ച പിടിച്ചു ആൾക്കതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ആള് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. അപ്പൊ നമ്മളും അതുപോലെ അപ്പൊ നമുക്കും ഉള്ളാലെ നമുക്കൊരു സന്തോഷം. എന്നാലും നമ്മളിപ്പോഴും ഇങ്ങനെ എന്താ പറയാ, അവനൊരു ഒബ്സർവേഷനിൽ ഇട്ട മാതിരിയാണ് കേട്ടോ. ഇങ്ങനെ അയ്യോ കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ, അങ്ങനെയൊക്കെ. ഇപ്പോൾ ഉള്ളത് എക്സാമിന്റെ ചൂടിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പഠിത്തം കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണു. എന്തായാലും അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എന്താ പറയുക, അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ. ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാരുടെ കാര്യമാണ് അറിയാം. നമുക്കെപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ. അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ മോന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ എന്താ പറയുക, ഒരുപാട് താങ്ക് യു. അങ്ങനെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു, ബൈ.